ഓം ശാന്തി. പൊതുവെ കുട്ടികൾ ശാഠ്യം പിടിക്കുക, കുട്ടികളുടെ ശാഠ്യം തീർക്കാൻ വേണ്ടി ഒരുപാട് സമയം നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക, കുട്ടികളെ ശാന്തരാക്കാൻ വേണ്ടി അഥവാ ശാന്തശീലരാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടികളുടെ ശാഠ്യം തീർക്കാൻ വേണ്ടി പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. പൊതുവെ ശാഠ്യക്കാരനായ ഒരു കുട്ടിയെ കാണുമ്പോഴേക്കും സാധാരണയായിട്ട് അച്ഛനമ്മമാർ അവരുടെ ശാഠ്യ സ്വഭാവം കാണുമ്പോൾ തന്നെ പറയും, ഓ ഇതെന്തൊരു വികൃതിയാണ്, അല്ലെങ്കിൽ എന്ത് ശാഠ്യക്കാരനാണ്, ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെയാണ് സാധാരണ പാരൻസിൻ്റെ കമൻറ്റ് വരാറ്. പക്ഷേ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കുന്ന ബുദ്ധിശാലികളായിരിക്കുന്ന പാരൻസ് അഥവാ വിവേകശാലികളായ പാരൻസ് അവരുടെ ശാഠ്യം കണ്ട് അവർക്ക് നേരെ അവർ ശാഠ്യക്കാരാണ്, മോശം സ്വഭാവമാണ് എന്നൊന്നും പറയില്ല. മറിച്ച് എന്തുകൊണ്ടാണ് കുട്ടി ശാഠ്യം പിടിക്കുന്നത്, ഈ സ്വഭാവം ഇവൻ എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ആ സ്വഭാവത്തിനെയും കുട്ടിയെയും രണ്ടായി കണ്ടുകൊണ്ട് കുട്ടിയുടെ സ്വഭാവത്തിനെ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് അഥവാ എന്താണ് അവൻ്റെ യഥാർത്ഥ ആവശ്യം എന്ന് കണ്ടുപിടിക്കാൻ അവർ തയ്യാറാവും. കാരണം കുട്ടിക്കുണ്ടാകുന്ന ഏതൊരു സ്വഭാവവും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്വഭാവം കുട്ടിക്ക് വരുന്നില്ല. കുട്ടിയിലുണ്ടാകുന്ന സ്വഭാവം എന്ന് പറയുന്നത് അവൻ അനുഭവിക്കുന്ന, അവൻ കണ്ട അനുഭവിച്ച സാഹചര്യങ്ങളിൽ നിന്ന്, അത് അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ സംഭവങ്ങൾ അവനിലുണ്ടാക്കുന്ന ഇമോഷൻസ്. ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് ആ കുട്ടിയുടെ ചെറിയ ഇമോഷൻ ഉണ്ടാക്കുകയും ആ ഇമോഷനിൽ നിന്ന് അവനൊരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസം അനുസരിച്ച് അവൻ പെരുമാറുകയും ചെയ്യും. അപ്പോൾ ഒരു സംഭവിക്കുന്നു, അതൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു, അതിനോട് കൂടി ഒരു ഇമോഷൻ ഉണ്ടാകുന്നു, ഇമോഷനിലൂടെ ഒരു വിശ്വാസം ഉണ്ടാകുന്നു, ആ വിശ്വാസം അവനൊരു സ്വഭാവം ഉണ്ടാക്കും. ഇത് എല്ലാ കുട്ടികളുടെയും സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമായി ഉണ്ടാകുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിശാലിയായ അച്ഛൻ അഥവാ ബുദ്ധിശാലിയായ ഒരു അമ്മ കുട്ടിയുടെ സ്വഭാവം കാണുമ്പോൾ, അവൻ്റെ ശാഠ്യം കാണുമ്പോൾ, ഏത് ശാഠ്യമാണെങ്കിലും ഏത് രീതിയിലാണ് കുട്ടി ശാഠ്യം പിടിക്കുന്നതെങ്കിലും എന്തിനാണ് അവൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണ്ട കുട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ ശാഠ്യത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹജമായിരിക്കും, അഥവാ എളുപ്പമായിരിക്കും. പൊതുവെ ചെറിയ കുട്ടികളിൽ കാണാൻ നമുക്ക് ചെറിയൊരു കൊച്ചനുജനുണ്ടായാൽ, കൊച്ചനുജത്തി ഉണ്ടായാൽ അനുജത്തിയെ അനുജനെ ഉപദ്രവിക്കുക, ചില കുട്ടികൾ കോണിയുടെ മുകളിൽ നിന്ന് കുട്ടിയെ തള്ളിയിടുക, അച്ഛനും അമ്മയുടെയും കണ്ണ് തെറ്റുന്ന സമയത്ത് കുട്ടീനെ ഒരുപാട് ഉപദ്രവിക്കുക, വേറെ ചില കുട്ടികൾ ടി വിയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുക, വളരെയധികം കരഞ്ഞ് വില്ലുപോലെ വളഞ്ഞു വാശി പിടിക്കുക. ഇങ്ങനെ ഒരുപാട് കുട്ടികളുടെ ശാഠ്യ സ്വഭാവങ്ങൾ വീടിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു അല്പസമയത്തേക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ കരയുന്ന സമയത്ത് അഥവാ ശാഠ്യം പിടിക്കുന്ന സമയത്ത് പാരൻസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. ചില പാരൻസ് എന്താ ചെയ്യുക, ഒരുപാട് അടിച്ചെന്ന് വരും. ചിലവർ കുറച്ചുകൂടി വലിയ കുട്ടിയാണെങ്കിൽ ഭീഷണിപ്പെടുത്തും, ഇങ്ങനെയൊക്കെ നീ ശാഠ്യം പിടിക്കുകയാണ് എങ്കിൽ നിനക്ക് എല്ലാത്തിനും പാഠം ഞാൻ പഠിപ്പിക്കും, കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ട് അനുസരിപ്പിക്കും, അല്ലെങ്കിൽ കുട്ടികളെ ചീത്ത വിളിച്ചുകൊണ്ട് അനുസരിപ്പിക്കും, അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് അനുസരിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയെ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് അടുപ്പം കൂടുമോ അതോ കുട്ടിയും നമ്മളും തമ്മിലുള്ള ഇമോഷണൽ ഗ്യാപ്പ് വർദ്ധിക്കുമോ? അപ്പോൾ എപ്പോഴാണ് ഇമോഷണൽ ഗ്യാപ്പ് നമുക്ക് വർദ്ധിക്കുന്നത്? കുട്ടി പിന്നീട് ആദ്യമൊക്കെ അനുസരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ അതൊന്നും ഏശാദിയാവും, അഥവാ അതൊന്നൊരു കൂസലില്ലാത്തതുപോലെ പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും നമ്മൾ ശാഠ്യം പിടിക്കുന്ന കുട്ടികളെ അല്ലാതെ അവരുടെ വാശിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ സീല് കുത്തരുത്, അവരാരിൽ സംസാരിക്കരുത്. മറിച്ച് അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ വിവേകമാണ് നമ്മൾ കാണിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് ടേമിൽ കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഷോർട്ട് ടൈം ആയിട്ടൊക്കെ ചെറിയ പണിഷ്മെൻറ്റും ഭീഷണികളൊക്കെ നടക്കുമെങ്കിലും ലോങ് ടൈം ആയി നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ആധാരം എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ നമ്മളൊരു സ്ഥാനം, നമുക്കെന്ത് സ്ഥാനമുണ്ടോ ആ സ്ഥാനം നഷ്ടപ്പെടാതെ ആ ഇമോഷണൽ ഒരു ക്ലോസ്നെസ് വന്നാൽ മാത്രമേ നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മക്കളായി നമ്മൾ മാറും. ഒരു കുട്ടിയുടെ സ്വഭാവത്തിനെ നമുക്ക് സ്വാധീനിക്കണമെങ്കിൽ അവനുമായി ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്നത്, അഥവാ എത്ര കാലം കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തിനെ നല്ല സ്വഭാവമാക്കി എടുക്കാൻ സാധിക്കും?
യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക കാലയളവില്ല. മറിച്ച് പാരൻസിൻ്റെ സാമർഥ്യം അനുസരിച്ച്, കഴിവനുസരിച്ച് കുട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് മാറും. കാരണം കുട്ടിയുമായി ഇമോഷണലി അടുക്കാനായി, അഥവാ ഇമോഷണലി അവനെ ഹാൻഡിൽ ചെയ്യാനായി നിങ്ങൾക്ക് എത്ര സാധിക്കുമോ അത്രയും വേഗം നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം മാറ്റാനും സാധിക്കും. അപ്പോൾ കുട്ടികളെ നല്ലതാക്കാൻ വേണ്ടി, അവരെ ശാഠ്യത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളോ അവർക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങളോ കട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ വാശിയുടെ കാരണം കണ്ടുപിടിച്ച് അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അവർ വളരെ നല്ല കുട്ടികളായി നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ സമയത്ത് ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. ഒരു വീട്ടിൽ ഒരു ചെറിയ പയ്യൻ, അവൻ്റെ പേര് സരീഷ് എന്നാണ്. സരീഷ് വളരെ മിടുക്കനായി പഠിച്ചിരുന്നു. പക്ഷേ പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് അവൻ എന്തായി, ടി വി കാണുന്നതിന് അഡിക്റ്റായി. ടി വി കണ്ടുകൊണ്ടേയിരിക്കും, എപ്പോൾ നോക്കിയാലും ടി വിയുടെ മുന്നിലായിരിക്കും. അവസാനം അമ്മയ്ക്ക് അവൻ്റെ പഠിപ്പിൻ്റെ മാർക്ക് കുറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ തീരുമാനിച്ച് ഇന്ന് തൊട്ട് ടി വി വീട്ടിൽ കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ടി വി മാത്രമല്ല, ടി വി, കമ്പ്യൂട്ടർ, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണോ കുട്ടികൾക്ക് ആനന്ദം പകരാനുള്ളത്, അവരുടെ ഗെയിം കളിക്കാനുള്ളത് എല്ലാം കട്ട് ചെയ്തു. അങ്ങനെ 2 ദിവസം സരീഷ് നല്ല മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി. എന്തായാലും ഞാൻ വിജയിച്ചു, ഇവൻ്റെ സ്വഭാവത്തിനെ എനിക്കൊന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞു, ഇവൻ എന്തായാലും പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, സമാധാനമായി. 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് സരീഷ് വന്ന് അമ്മോട് പറയാണ്, അമ്മേ എനിക്ക് മാത്സ് കുറച്ച് ടഫാണ്. എൻ്റെ ഫ്രണ്ടിന് അവൻ വളരെ മിടുക്കനാണ്, ഞാൻ അവനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കമ്പൈൻഡ് സ്റ്റഡിക്ക് എന്നോട് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് പോയി പഠിച്ചോട്ടെ അമ്മേ. അമ്മ സന്തോഷത്തോടെ പറഞ്ഞു, ശരി, മാത്സ് നിനക്ക് ടഫാണെങ്കിൽ നീ പോയി പഠിച്ചോ. 1 ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി. എന്നും അവൻ മാത്സ് പഠിക്കാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നൊരു സ്വഭാവമായി. അമ്മയുടെ മനസ്സ് സംശയം ഉദിച്ചു. ഇവൻ എന്നും മാത്സ് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, എന്തായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക? അമ്മ ഫ്രണ്ടിൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, സരീഷ് അങ്ങോട്ട് പഠിക്കാൻ വരുന്നുണ്ടല്ലോ. അതേ പഠിക്കാൻ വരുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കണം, കുട്ടികളാണ്, അവരെ മേൽ കണ്ണ് നല്ലതാണ്. ഞാനിവിടെ ടി വി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, അവന് ഒരു കാര്യം കാണിക്കാൻ ഞാൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും അല്പം ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അമ്മ നോക്കിയപ്പോൾ കുട്ടികൾ അധികം സമയവും കമ്പൈൻ സ്റ്റഡിക്കാക്കി ഇരിക്കുകയാണെങ്കിലും ടി വിയുടെ മുന്നിലിരിക്കുന്നു, ടി വി കാണുന്നു, തമാശ പറയുന്നു. അപ്പോൾ ആ അമ്മയും നിശ്ചയിച്ചു, വേണ്ട, ടി വിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി പഠിക്കുമല്ലോ. അങ്ങനെ ആ അമ്മയും വീട്ടിൽ ടി വി കട്ട് ചെയ്തു. അങ്ങനെ പക്ഷേ കുട്ടികളുടെ സ്വഭാവത്തിൽ ടി വി കാണുന്ന എഡിക്ഷൻ, ടി വിയോടുള്ള ആകർഷണം, അതിനവർ ഹീൽ ചെയ്തില്ല. പകരം ചെയ്തത് ടി വി 2 വീട്ടിൽ നിന്നും കട്ട് ചെയ്തു. സരീഷ് എന്നാലും പതിവ് പോലെ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു കടയിൽ ഗെയിമുകൾ കാണുന്നതും ഗെയിമുകൾ കളിക്കുന്നതും ഒരു കടയുണ്ടായിരുന്നു. അങ്ങനെ കടയുടെ മുന്നിൽ നിൽക്കും. അവൻ്റെ ക്രിക്കറ്റും ടി വിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടുകൊണ്ട് മാത്രം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ ചെല്ലും, ടി വി ഇല്ല, കുറച്ച് നേരം പഠിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു പോരും. തിരിച്ചു വരുമ്പോഴും വഴിയിൽ നിൽക്കും, സന്ധ്യ ആയിട്ടുണ്ടാവും. എന്നാലും കുറച്ച് നേരം വെച്ച് നിൽക്കുന്ന ടി വി റോട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു. ഇത് കുറച്ച് ദിവസം തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ എല്ലാ ചുറ്റുപാടുള്ള ആളുകളുടെ കയ്യിലൊക്കെ സിഗരറ്റും അതുപോലെ തന്നെ ബീഡിയെല്ലാം കണ്ടപ്പോൾ അവനൊരു ആഗ്രഹം തോന്നി, ഞാനും ഒരു ആൺകുട്ടിയല്ലേ, ഒന്ന് സിഗരറ്റ് വലിച്ചാലോ. ഒരു സിഗരറ്റ് എടുത്തു, അവനും വാങ്ങി അതിനെ വലിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ അതിൽ കടന്നു പോകുന്ന സമയത്ത് കാണുകയാണ് തൻ്റെ മകൻ സിഗരറ്റും വലിച്ചുകൊണ്ട് കവലയിൽ നിന്ന് ടി വി കാണുന്നു. അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് ഒരുപാട് മർദ്ദിച്ചു, ഉപദ്രവിച്ചു, ചീത്ത വിളിച്ചു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടിയുടെ സ്വഭാവം എവിടെ നിന്നാണ് മാറുന്നത്, എന്തിനാണ് മാറുന്നത് എന്ന് കണ്ടുപിടിക്കാതെ അവന് കൊടുക്കുന്ന കാര്യങ്ങളെ മുഴുവൻ കട്ട് ചെയ്തതുകൊണ്ട്, അത് കൊടുക്കാതായതുകൊണ്ട് അവൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട് ടി വി കാണുന്നതിന് അഡിക്റ്റായി മാറി എന്ന് കണ്ടുപിടിച്ച് അതിന് ഹീൽ ചെയ്യുന്നതിന് പകരം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളെ കട്ട് ചെയ്യുമ്പോൾ അവർക്കത് കിട്ടിയേ പറ്റൂ. അവരൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വന്തമാക്കും. വീട്ടിൽ ടി വി കാണുന്നതിന് പകരം കവലയിൽ പോയി കണ്ടു, കൂട്ടത്തിൽ സംഘദോഷവും വന്നു ചേർന്നു, സ്വഭാവ ദൂഷ്യങ്ങളും വന്നു ചേരും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, നമ്മൾ ഷാഢ്യക്കാരായ കുട്ടികളെ അഥവാ നമ്മുടെ എല്ലാ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ദുർസ്വഭാവങ്ങൾ അഥവാ ഷാഢ്യങ്ങൾ എന്തിനാണ് എന്ന് മനസ്സിലാക്കി അവിടെ പോയി അവരുടെ ഇമോഷനുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുമായി നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ഹീൽ ചെയ്യാനായി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം മക്കളിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു ഷാഢ്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ഷാഢ്യങ്ങൾ എന്താണെങ്കിലും ഷാഢ്യങ്ങളെ അവരായി കാണാതെ ഷാഢ്യങ്ങൾ അവർക്കുണ്ടായിരിക്കുന്ന ഒരു ചെറിയ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കി അത് എവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നു, എന്താണ് അതിൻ്റെ ബേസിക് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഹീൽ ചെയ്ത് നിങ്ങളുടെ മക്കളെയും നല്ലവരാക്കാൻ അഥവാ സൽസ്വഭാവികളാക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ.
ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.